ഓപ്പോയുടെ റെനോ സീരീസിൽ പുതിയൊരു ഫോണും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓപ്പോ റെനോ ഏസ് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ട് വരുന്ന ഈ ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ ഏസിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓപ്പോ റെനോ ഏസ് വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല HDR10+ൻ്റെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ലഭിക്കുന്നത്. ഇതേ ഒരു ഫീച്ചർ നമ്മൾ മുമ്പ് OnePlus 7T പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ 135 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ടച്ച് പെർഫോമൻസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ടച്ച് ബൂസ്റ്റ് 2.0 എന്നുള്ളൊരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേയുടെ കൂടെ ഈ ഫോണിൽ നമുക്ക് നല്ലൊരു ടച്ച് എക്സ്പീരിയൻസും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാക്കിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 855+ എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണിത്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8 GB റാമാണ് നമുക്ക് ലഭിക്കുന്നത്. 12 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. 8 GB റാമിൻ്റെ ഒരു വെർഷനിൽ നമുക്ക് 128 GB ഇൻറ്റേണലും മറ്റൊരു വെർഷനിൽ 256 GB ഇൻറ്റേണലുമാണ് ലഭിക്കുന്നത്. 12 GB റാമിൻ്റെ കൂടെ നമുക്ക് 256 GB ഇൻറ്റേണലാണ് ലഭിക്കുന്നത്. പിന്നെ UFS 3.0 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് വളരെ മികച്ചൊരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗെയിം ബൂസ്റ്റ് 2.0 എന്നുള്ളൊരു ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഗെയിം കളിക്കുമ്പം ചില സീൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന 4D വൈബ്രേഷൻ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോൺ അധികം ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ കൂളിംഗ് ചേമ്പറും അതുപോലെ തന്നെ കോമ്പോസിറ്റ് കാർബൺ ഫൈബറും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള കളർ OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 48 മെഗാ പിക്സലിലെ f1.7 അപ്പേഴ്സിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. സോണി IMX586ൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിലെ f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 116 ഡിഗ്രിയാണ്. പിന്നെ 13 മെഗാ പിക്സലിലെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 5x ഹൈബ്രിഡ് സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മോണോക്രോം ലെൻസും വരുന്നുണ്ട്. പിന്നെ നല്ല സ്റ്റെബിലൈസേഷനുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്റ്റഡി എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. ഇതിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് സർട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കൂടിയ ചാർജിങ് സ്പീഡൊന്നും നമുക്ക് വേറെ ഫോണുകളിലൊന്നും ലഭിക്കുന്നില്ല. അപ്പം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസായിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് ഈ ഫോൺ റിലീസായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 32,000 രൂപയാണ്. വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഓപ്പോ റെനോ ഏസ് വരുന്നത്. അതും വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പിന്നെ ഈ ഒരു ഫോൺ എന്ന് ഇന്ത്യയിലെത്തുമെന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. പിന്നെ Realme X2 Proയിൽ നമുക്ക് ഏകദേശം ഈ ഒരു ഫോണിൻ്റെ അടുത്ത് വരുന്നൊരു സ്പെസിഫിക്കേഷനാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഓപ്പോ റെനോ ഏസ് ഇന്ത്യയിൽ റിലീസ് ചെയ്തില്ല എന്നും വരാം.